Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. 11 houses were razed. റേസ് എന്നാൽ ഇവിടെ ഇടിച്ചു കളയുക എന്നുള്ള അർത്ഥമാണ്. ഉന്മൂലനം ചെയ്യുക. സാധാരണയായിട്ട് പത്രവാർത്തകളിൽ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ ചേർക്കാറില്ല. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വായിക്കണം. 11 houses were razed in MP മധ്യപ്രദേശിലാണ് സംഭവം. ആഫ്റ്റർ എന്നാൽ അതിനുശേഷം, അതിനെ തുടർന്ന്. പോലീസ് റിക്കവർ പോലീസ് കണ്ടെടുക്കുന്നു. ബീഫ് കണ്ടെടുക്കുന്നു. ഫ്രം റെഫ്രിജറേറ്ററുകളിൽ നിന്നും ബീഫ് പോലീസ് കണ്ടെടുക്കുന്നു. അതിനുശേഷം അതിനെ തുടർന്ന് എന്താണ്? 11 വീടുകൾ പൊളിച്ചു കളഞ്ഞു. ഓവർ എ ഡസൺ ഹൗസസ് വേർ റെഡ്യൂസ്ഡ് ടു റബ്ബിൾ എന്നാൽ അർത്ഥം ടു കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് എന്നാണ് അർത്ഥം. പൂർണ്ണമായിട്ടും തകർത്തു കളഞ്ഞു ഇതാണ് അർത്ഥം. 1 ഡസനോളം വീടുകൾ പൂർണ്ണമായിട്ടും തകർത്തു കളഞ്ഞു. ഇൻ ട്രൈബൽ ഡൊമിനേറ്റഡ് മാൻദ്ര ഇൻ മധ്യപ്രദേശ്. ട്രൈബൽ ഡൊമിനേറ്റഡ് എന്നാൽ ഒരു പ്രത്യേക വംശം ആളുകൾ താമസിക്കുന്ന കൂടുതൽ ഉള്ള പ്രദേശമാണ്. മാൻഡ്ല ഇൻ മധ്യപ്രദേശിലെ മാൻഡ്ല എന്ന പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. ഇൻ എ ബിഡ് ഒരു ശ്രമത്തിൽ, അതിനിടയ്ക്ക്. എന്തിനുള്ള ശ്രമത്തിൽ? ടു കേർബ് ഇല്ലീഗൽ ബീഫ് ട്രേഡ് ഇൻ ദ സ്റ്റേറ്റ്. കേർബ് എന്നാൽ ഇവിടെ നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥമാണ്. അതല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. ഇല്ലീഗൽ ബീഫ് ട്രേഡ് എന്നാൽ നിയമപ്രകാരമല്ലാത്ത, നിയമവിരുദ്ധമായിട്ടുള്ള ബീഫ് വിൽപ്പന. ഇൻ ദ സ്റ്റേറ്റ് സംസ്ഥാനത്തെ നിയമവിരുദ്ധമായിട്ടുള്ള ബീഫ് വിൽപ്പന തകർക്കാനുള്ള, അത് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം. അതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത്. ഈ സംഭവങ്ങളൊക്കെ, വീടുകൾ പൊളിക്കുന്ന സംഭവം ഉണ്ടായത്. ആസ് മെനി ആസ് 11 houses 11ഓളം വീടുകൾ. ബിൽറ്റ് ഓൺ ഗവൺമെൻറ് ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള 11ഓളം വീടുകൾ. വേർ ബുൾഡോസ് എന്നതിന് ഇവിടെ അർത്ഥം ഡിമോളിഷ് എന്നുള്ള അർത്ഥമാണ്. ഇടിച്ചു കളയുക, നശിപ്പിക്കുക, തകർക്കുക, ഈ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വേർ ബുൾഡോസ്ഡ് എന്താണ്? 11ഓളം വീടുകൾ, ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന 11ഓളം വീടുകൾ ഇടിച്ചു കളഞ്ഞു. ബൈ ദ സ്റ്റേറ്റ് അതോറിറ്റി ആണ് ഇത് പൊളിച്ചു കളഞ്ഞത്. ആഫ്റ്റർ എന്നാൽ അതിനുശേഷം. എ ടിപ്പ് ഓഫ് എന്നാൽ ഇവിടെ രഹസ്യ സൂചന നൽകൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു രഹസ്യ സൂചന നൽകി. എ ടിപ്പ് ഓഫ് വാസ് റിസീവ്ഡ് ഒരു രഹസ്യ സൂചന ലഭിച്ചു. അതിനുശേഷം എന്താണ് ഇതൊക്കെ സംഭവിച്ചത്? ഈ രഹസ്യ വിവരമാണ് ലഭിച്ചത്. എന്താണ്? ലാർജ് നമ്പർ ഓഫ് കൗസ് ഒരുപാട്, വലിയ, അനേകം എന്താണ്? പശുക്കൾ. വേർ ഹെൽഡ് ക്യാപ്റ്റീവ് എന്നാൽ ഇവിടെ തടഞ്ഞു വെച്ചു എന്നുള്ള അർത്ഥമാണ്. ഒരു കൂട്ടം, ഒരുപാട് നമ്പറോളം, ഒരുപാട് പശുക്കളെ തടഞ്ഞു വെച്ചു, ബന്ധനത്തിലാക്കി. ഫോർ സ്ലോട്ടർ എന്നാൽ ഇവിടെ കശാപ്പു ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. കശാപ്പു ചെയ്യാൻ വേണ്ടി. ബൈൻവാഹി ഏരിയ ഓഫ് നെയ്ൻപൂർ. ഈ രഹസ്യ വിവരമാണ് ലഭിച്ചത്. ഒരു കൂട്ടം, ഒരുപാട് പശുക്കളെ തടവിൽ വച്ചിട്ടുണ്ട് കശാപ്പു ചെയ്യാൻ വേണ്ടിയിട്ട് ഇവ പറഞ്ഞ സ്ഥലത്ത്. ഈ രഹസ്യ വിവരമാണ് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീടുകൾ തകർത്തു കളഞ്ഞത്. PTI റിപ്പോർട്ട് ചെയ്തു. ഇത് ന്യൂസ് ഏജൻസിയാണ് PTI. അവർ റിപ്പോർട്ട് ചെയ്തു, സൈറ്റിംഗ് ഉദ്ധരിച്ചുകൊണ്ട്, മാൻഡ്ല സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് രാജത് സക്ലച്ച്, ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തു. വെൻ എന്നാൽ ആ സമയത്ത്, രഹസ്യ വിവരം ലഭിച്ച സമയത്ത്. ദ പോലീസ് ടീം റെസ്റ്റ് ടു ദ സ്പോട്ട് എന്നാൽ സംഭവ സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തിച്ചേർന്നു. സ്പോട്ട് എന്നാൽ സംഭവസ്ഥലം. ദേ ഫൗണ്ട് അവർ കണ്ടെത്തി. സെവറൽ കൗസ് ഒരുപാട് പശുക്കളെ. ടൈഡ് ഇൻ ദ ബാക്ക്യാർഡ് എന്നാൽ വീടിൻ്റെ പുറകുവശത്ത് കെട്ടിയിട്ട നിലയിൽ. ടൈഡ് ഇൻ എന്നാൽ കെട്ടിയിട്ട നിലയിൽ വീടിൻ്റെ പുറകുവശത്ത് ഒരുപാട് പശുക്കളെ അവർ കണ്ടെത്തി.
ബിസൈഡ്സ് എന്നാൽ കൂടാതെ കൗ മീറ്റ് വാസ് റിക്കവേർഡ്, പശുമാംസം കണ്ടെടുത്തു ഫ്രം ദ റെഫ്രിജറേറ്ററുകളിൽ നിന്നും ഇൻ ദ ഹോംസ് ഓഫ് ദ അക്യൂസ്ഡ് എന്നാൽ പ്രതികൾ, ഇൻ ദ ഹോംസ് ഓഫ് ദ അക്യൂസ്ഡ് പ്രതികളുടെ വീടുകളിൽ നിന്നും എന്താണ് റെഫ്രിജറേറ്ററുകളിൽ നിന്നും പശുക്കളുടെ മാംസം പോലീസ് കണ്ടെടുത്തു. എ ടീം റഷ്ഡ് ദർ, എന്താണ് ഒരു സംഘം, ഒരു ടീം പെട്ടെന്ന് എത്തി ദർ അവിടേക്ക്. ആൻഡ് വി ഫൗണ്ട് ഞങ്ങൾ കണ്ടെത്തി 150 കൗസ് ടൈഡ് ഇൻ ദ ബാക്ക് യാർഡ്സ് ഓഫ് ദ അക്യൂസ്ഡ്. ഒരു ടീം അവിടെ പെട്ടെന്ന് എത്തിച്ചേർന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടു, വി ഫൗണ്ട് ഞങ്ങൾ കണ്ടെത്തി 150ഓളം പശുക്കളെ കെട്ടിയിട്ട നിലയിൽ, പ്രതികളുടെ വീടിൻ്റെ പുറകുവശത്ത് കെട്ടിയിട്ട നിലയിൽ 150ഓളം പശുക്കളെ ഞങ്ങൾ കണ്ടെത്തി. കൗ മീറ്റ് വാസ് റിക്കവേർഡ്, പശുമാംസം കണ്ടെടുത്തു ഫ്രം ദ റെഫ്രിജറേറ്ററുകളിൽ നിന്നും ഇൻ ദ ഹോംസ് ഓഫ് ഓൾ ദ 11 അക്യൂസ്ഡ്, എല്ലാ പ്രതികളായിട്ടുള്ള 11 പേരുടെയും വീടുകളിലെ റെഫ്രിജറേറ്ററുകളിൽ നിന്നും പശുമാംസം കണ്ടെടുത്തു. വി ഓൾസോ ഫൗണ്ട് ഞങ്ങൾ അതുകൂടി കണ്ടെത്തി, എന്തൊക്കെ, എനിമൽ ഫാറ്റ് മൃഗങ്ങളുടെ നെയ്യ്, കാറ്റിൽ സ്കിൻ കന്നുകാലികളുടെ തൊലി, ആൻഡ് ബോൺസ് എല്ലുകളും. മൃഗങ്ങളുടെ നെയ്യ്, അതുപോലെ കന്നുകാലികളുടെ തൊലികളും എല്ലുകളും, ഇതും എന്താണ് അവർ കണ്ടെത്തി. വിച്ച് അവകൾ, ഈ പറഞ്ഞ വസ്തുക്കൾ, വേർ സ്റ്റഫ്ഡ് ഇൻ എ റൂം. സ്റ്റഫ് എന്നാൽ ഇവിടെ നിറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ഒരു റൂമിനകത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ ഉണ്ടായിരുന്നു. സെക്ലച്ചർ സെഡ്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ദ വെറ്ററിനേറിയൻ എന്നാൽ മൃഗവൈദ്യൻ. കൺഫേംഡ് എന്നാൽ സ്ഥിരീകരിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞു, മൃഗവൈദ്യൻ സ്ഥിരീകരിച്ചു. ദ സീസ്ഡ് മീറ്റ് വാസ് ബീഫ്, ആ പിടിച്ചെടുക്കപ്പെട്ട, സീസ്ഡ് എന്നാൽ പിടിച്ചെടുത്ത, മീറ്റ് മാംസം, വാസ് ബീഫ് അത് ബീഫാണ് എന്നുള്ളത് മൃഗവൈദ്യൻ സ്ഥിരീകരിച്ചു. സാമ്പിൾസ് വേർ ഓൾസോ സെൻറ്റ്, സാമ്പിൾ എന്നാൽ ആ പിടിച്ചെടുത്ത മാംസങ്ങൾ എന്താണ്, വേർ ഓൾസോ സെൻറ്റ് അവകളും അയച്ചു. ടു ഹൈദരാബാദിലേക്ക് ഫോർ DNA അനാലിസിസ് എന്നാൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സാമ്പിളുകളും എന്താണ് ഹൈദരാബാദിലേക്ക് അയച്ചു. DNA അനാലിസിസിന് വേണ്ടിയിട്ട് എന്താണ് ആ സാമ്പിളുകളും ഹൈദരാബാദിലേക്ക് അയച്ചു. FIRs വേർ രജിസ്റ്റേർഡ്, FIRകൾ രജിസ്റ്റർ ചെയ്തു. ഇൻ ദ കേസ്, ഈ കേസുമായി ബന്ധപ്പെട്ട്. സൂൺ ആഫ്റ്റർ പെട്ടെന്ന് തന്നെ. ദ റിക്കവറി ഓഫ് ബീഫ് ആൻഡ് 1 person വാസ് നേബ്ഡ് ആസ് വെൽ. നേബ് എന്നാൽ പിടികൂടുക. കേസ് FIR രജിസ്റ്റർ ചെയ്തു, മാംസം പിടിച്ചെടുത്ത ഉടനെ തന്നെ FIR രജിസ്റ്റർ ചെയ്തു. എന്താണ് ഒരു വ്യക്തിയെ പിടികൂടുകയും ചെയ്തു. 10 persons ആർ സ്റ്റിൽ അറ്റ് ലാർജ് എന്നാൽ ഇവിടെ പിടികൊടുക്കാതെ രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഒളിവിലാണ് എന്നുള്ള അർത്ഥമാണ്. 10 ആളുകൾ ഇപ്പോഴും ഒളിവിലാണ്. ആൻഡ് പോലീസ് ഹാവ് ലോഞ്ച്ഡ് എ കോംപ്രഹെൻസീവ് ഓപ്പറേഷൻ. ലോഞ്ച് എന്നാൽ തുടങ്ങുക എന്നുള്ള അർത്ഥമാണ്. പോലീസ് ഹാവ് ലോഞ്ച്ഡ് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എ കോംപ്രഹെൻസീവ് ഓപ്പറേഷൻ. കോംപ്രഹെൻസീവ് എന്നാൽ അർത്ഥം സമഗ്രമായ എന്നാണ് അർത്ഥം. സമഗ്രമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്നാൽ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടു അറസ്റ്റ് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വളരെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. The 150 cows have been sent to a cattle shelter. 150 cows have been sent. 150 പശുക്കളെ അയച്ചിട്ടുണ്ട്. ടു എ കാറ്റിൽ ഷെൽട്ടർ. കാറ്റിൽ ഷെൽട്ടർ എന്നാൽ ഇവിടെ പശുക്കളെ സംരക്ഷിക്കാനുള്ള കേന്ദ്രമാണ്. അതിലേക്ക് 150 പശുക്കളെ അയച്ചിട്ടുണ്ട്. ദ ബൈൻഷ്വാഹി ഏരിയ ഹാസ് ബിക്കം. ഈ പ്രദേശം ഹാസ് ബിക്കം ആയിത്തീർന്നിട്ടുണ്ട്. എ ഹബ് എന്നാൽ ഇവിടെ താല്പര്യ കേന്ദ്രം എന്നുള്ള അർത്ഥമാണ്. ഒരു താല്പര്യ കേന്ദ്രമായിട്ടുണ്ട്. ഓഫ് കൗ സ്മഗ്ലിംഗ് ഫോർ സം ടൈം നൗ. എന്താണ് പശുക്കടത്തിൻ്റെ ഒരു താല്പര്യ കേന്ദ്രമായി തീർന്നിട്ടുണ്ട് ഈ ബൈൻസ്വാഹി ഏരിയ.
കൗ സ്ലോട്ടർ ഇൻ മധ്യപ്രദേശ് ഈസ് പണിഷബിൾ വിത്ത് ജയിൽ ടേം ഓഫ് 7 years. കൗ സ്ലോട്ടർ പശുവിനെ അറുക്കുക എന്നുള്ളത് ഇൻ MP മധ്യപ്രദേശിൽ ഈസ് പണിഷബിൾ ശിക്ഷാർഹമായതാണ് വിത്ത് എ ജയിൽ ടേം ഓഫ് 7 years. 7 വർഷത്തോളം എന്താണ് ജയിലിൽ കിടക്കേണ്ട ഒരു ശിക്ഷയാണ്, എന്താണ് ഒരു പ്രവൃത്തിയാണ്, അതിന് ലഭിക്കുന്ന ശിക്ഷ ഇതാണ്, എന്ത് 7 വർഷത്തോളം തടവ്, ജയിൽ ശിക്ഷ. സക്ലച്ച ആഡഡ്, സക്ലച്ച പറഞ്ഞു, ചേർത്തു പറഞ്ഞു. പോലീസ് സോഴ്സസ്, പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ദ ക്രിമിനൽ ഹിസ്റ്ററി ഓഫ് 2 of the accused, പ്രതികളിൽ 2 പ്രതികളുടെ ക്രിമിനൽ കുറ്റകൃത്യ പശ്ചാത്തലം ഹാസ് ബീൻ ഗ്യാതേർഡ്, അവകൾ ശേഖരിച്ചിട്ടുണ്ട്. ആൻഡ് ദ പ്രോസസ് വാസ് ഓൺ ടു ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ ആൻറ്റിസീഡൻസ് ഓഫ് ദ റിമൈനിങ് പേഴ്സൺസ്. റിമൈനിങ് പേഴ്സൺസ് എന്നാൽ ബാക്കിയുള്ള ആളുകൾ, ആൻറ്റിസീഡൻസ് എന്നാൽ മുൻ ചരിത്രങ്ങൾ എന്നാണ് അർത്ഥം. പ്രോസസ് വാസ് ഓൺ എന്നാൽ അത് അതിനുള്ള പ്രക്രിയയിലാണ്. ടു ഫൈൻഡ് ഔട്ട് കണ്ടെത്താനുള്ള പ്രക്രിയയിലാണ്. എബൌട്ട് ദ ആൻറ്റിസീഡൻസ് ഓഫ് ദ റിമൈനിങ് പേഴ്സൺസ്, മറ്റുള്ള ആളുകളുടെ മുൻ ചരിത്രങ്ങൾ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ദ അക്യൂസ്ഡ് ആർ മുസ്ലിംസ്, എല്ലാ പ്രതികളും മുസ്ലിങ്ങളാണ്. ദേ ആഡഡ്, അവർ ചേർത്തു പറഞ്ഞു. ദേ എന്നാൽ അവർ, ആ പോലീസ് വൃത്തങ്ങൾ, ആഡഡ് ചേർത്തു പറഞ്ഞു.